ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്, PSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല, സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നത്, തന്നെ ഇരുന്ന് പഠിക്കുന്നു. പക്ഷേ ആൾക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ ശരിയായിട്ടുള്ള രീതിയിലാണോ പഠിക്കുന്നത്? സെൽഫ് സ്റ്റഡി മാത്രം മതിയോ? എനിക്ക് ശരിക്കും ഒരു ഗവൺമെൻറ് ജോലി കിട്ടുമോ? അതോ ഞാൻ എൻ്റെ സമയം വെറുതെ ഇങ്ങനെ കളയാണോ? സത്യത്തിൽ ഇത് ഒരാളുടെ മാത്രം ഒരു സംശയമല്ല. ഓൾമോസ്റ്റ് എല്ലാ PSC ആസ്പിറന്റിനും ഒരിക്കലെങ്കിലും തോന്നുന്ന ഒരു അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളും ഇതേ സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ഒരു സൊല്യൂഷൻ കിട്ടും. ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ PSC പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകും. PSC പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും വലിയ മോട്ടിവേഷൻ ആയിരിക്കും. ഒരു സ്റ്റഡി പ്ലാനർ ഉണ്ടാക്കും, ടൈം ടേബിൾ എഴുതും, ഡെയിലി ടാർഗറ്റ് സെറ്റ് ചെയ്യും. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴോ ഒരു ചോദ്യം മനസ്സിലേക്ക് വരും. ഞാൻ പഠിക്കുന്നതൊക്കെ മതിയോ? ഇങ്ങനെ തന്നെയാണോ പഠിക്കേണ്ടത്? മറ്റുള്ളവരൊക്കെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, ഞാൻ പിന്നിലാകുമോ? ഇനി കോച്ചിങ്ങിന് പോകുന്നവരാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യം, എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും നല്ല മാർക്കുണ്ട്, ഞാൻ മാത്രം പുറകിലാണോ? അതോ ഇങ്ങനെ പഠിച്ചാൽ മതിയോ? ഇതിനേക്കാളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പുറത്തുണ്ടാവില്ലേ? അങ്ങനെ പല പല സംശയങ്ങൾ. അവസാനം ഞാൻ വെറുതെ സമയം കളയണോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് അത് വന്ന് നിൽക്കും. ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ വരുന്നത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വീക്കാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കഴിയില്ലെന്നോ ഒന്നും അതിന് അർത്ഥമില്ല. ആക്ച്വലി നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. അടുത്ത ഒരു സംശയം, സെൽഫ് സ്റ്റഡി മാത്രം മതിയോ? തനിയെ പഠിച്ചാൽ മതിയോ? എൻ്റെ ഉത്തരം പറഞ്ഞുതരാം, യെസ്. സെൽഫ് സ്റ്റഡി കൊണ്ട് മാത്രം സെലക്ഷൻ നേടാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ മറുപടി. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞ് ബുക്കുകൾ മേടിച്ച് വായിക്കുന്നത് മാത്രമല്ല. സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിലബസ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം, നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ബുക്കുകളൊക്കെ വാങ്ങിച്ച് വായിക്കണം, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകളെല്ലാം നമ്മൾ ഉപയോഗിക്കണം. ഡെയിലി റിവിഷൻ അത് മസ്റ്റാണ്. ഡെയിലി റിവിഷൻ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് എഴുതണം, ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ടെസ്റ്റുകൾ എഴുതണം. മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ അനലൈസ് ചെയ്യണം. ഇന്ന് നിങ്ങൾ തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് അനലൈസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതേ പാറ്റേണിലുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് അത് തെറ്റിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ അനലൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് തെറ്റ് പറ്റുന്നു, എങ്ങനെ ആ തെറ്റുകൾ കുറയ്ക്കാം എന്നൊരു ധാരണ നിങ്ങൾക്ക് തന്നെ വരണം. ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്താണ് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് മതിയാവുന്നു എന്ന് പറയാൻ സാധിക്കുക. സെൽഫ് സ്റ്റഡി മതിയാകുന്നു എന്ന് പറയണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇനി കോച്ചിങ്ങിന് പോകുന്നവരുടെ കാര്യമാണെങ്കിൽ, കോച്ചിങ്ങിന് പോകുന്നത് കൊണ്ട് മാത്രം ഒരാൾ റാങ്ക് ലിസ്റ്റിൽ വരില്ല. കോച്ചിങ് എന്ന് പറയുന്ന ഒരു ഗൈഡാണ്. അവർ പറഞ്ഞു തരും ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ട്. നമ്മൾ സെൽഫ് സ്റ്റഡിയിലുള്ളപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ കോച്ചിങ്ങിന് പോകും അവർ പറയും, ഇതൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ സെലക്ഷൻ എന്ന് പറഞ്ഞ കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ കോച്ചിങ്ങിന് പോകുന്നതാണോ സെൽഫ് സ്റ്റഡി ആണോ ഇതൊന്നും അവിടെ ചോദിക്കില്ല. നിങ്ങളുടെ സെലക്ഷൻ തീരുമാനിക്കുന്നത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ തുടർച്ചയായിട്ട് നല്ലതുപോലെ എത്ര കാലം പഠിക്കുന്നു, ആവശ്യമുള്ള കാര്യങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി അടുത്ത ഒരു ചോദ്യം, ഞാൻ ശരിയായിട്ടുള്ള രീതിയിലാണോ പഠിക്കുന്നത്? ഈ ചോദ്യം നമ്മൾ പലപ്പോഴും സ്വയം ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് പകരം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട വേറെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം നമ്മൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ മാസത്തേക്കാൾ ഇന്ന് എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് കൂടുതൽ പഠിച്ചത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആകുന്നുണ്ടോ? എൻ്റെ മിസ്റ്റേക്കുകൾ കുറയുന്നുണ്ടോ? ഇതിൻ്റെയൊക്കെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള വഴിയിൽ തന്നെയാണ്. പെർഫെക്റ്റ് ആവാനൊന്നും എല്ലാവർക്കും പറ്റില്ല. പ്രോഗ്രസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഏറ്റവും വലിയൊരു പേടി അല്ലെങ്കിൽ ഒരു സംശയമാണ് അടുത്തത്, എനിക്ക് ജോലി കിട്ടുമോ? ഇതാണ് ഏറ്റവും വലിയൊരു പേടി, ഇതിലേക്ക് ഇറങ്ങുന്ന ഓരോരുത്തരുടെയും പേടി. ഈ ചോദ്യത്തിന് 100% ഗ്യാരൻറ്റീഡ് ആയിട്ട് ആൻസർ തരാൻ ആരും റെഡിയല്ല. നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പറ്റില്ല, നിങ്ങൾക്ക് പറ്റില്ല, യൂട്യൂബിന് പറ്റില്ല, എനിക്കും പറ്റില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടിയിരിക്കും എന്ന് ഞാൻ തീർത്ത് പറയണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരിക്കണം. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ക്വിറ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും സെലക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, കൺസിസ്റ്റൻസിയോടുകൂടി പ്രോഗ്രസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക്, ഇംപ്രൂവ് ചെയ്യുന്നവർക്ക്, മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനുള്ള മനസ്സുള്ളവർക്ക് ഓരോ ദിവസവും കിട്ടാനുള്ള ചാൻസ് കൂടിക്കൊണ്ടേയിരിക്കും.
ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ഒരു ലക്കി ഡ്രോ ഒന്നും അല്ലല്ലോ. നിങ്ങളുടെ പ്രിപ്പറേഷനും നിങ്ങളുടെ ക്ഷമയും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴുമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർത്തേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, കമ്പാരിസൺ. ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്കൂർ സ്റ്റഡി പ്ലാൻ, 15 മണിക്കൂർ സ്റ്റഡി പ്ലാൻ, 500 പേജ് ഡെയിലി കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ടെൻഷനാവും. ഓരോരുത്തരും ഇത്രയധികം പഠിക്കുന്നു, നമ്മളൊന്നും എത്തുന്നില്ല എന്നുള്ള കാര്യം. പക്ഷെ ഓർക്കണം, നിങ്ങൾ മറ്റൊരാളോടല്ല കോമ്പീറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് നിങ്ങളോട് തന്നെയാണ്. ഇന്നലത്തെ നിങ്ങളെക്കാൾ ഒരു അല്പമെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ. ഒരു ദിവസം 4 മണിക്കൂർ വളരെ ഫോക്കസോടുകൂടി ക്വാളിറ്റി ടൈമിൽ പഠിക്കുന്ന ഒരാൾ എല്ലാ ദിവസവും ഡിസ്ട്രാക്ഷനോട് കൂടി 10 മണിക്കൂർ പഠിക്കുന്ന ഒരാളെക്കാളും മുന്നിലെത്തിയേക്കാം. അതുകൊണ്ട് ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലാതെ ക്വാണ്ടിറ്റി അല്ല. മറ്റുള്ള ആൾക്കാർ 10 മണിക്കൂർ പഠിക്കുന്നു, 15 മണിക്കൂർ പഠിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ആകെ പഠിക്കാൻ പറ്റുന്നത് 4 മണിക്കൂറാണെങ്കിൽ നിങ്ങളത് പഠിച്ചാൽ മതിയെന്നേ. പക്ഷെ ആ പഠിക്കുന്ന സമയം ഫോക്കസോട് കൂടി ക്വാളിറ്റി ടൈമിൽ പഠിക്കാൻ ശ്രമിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഗീവ് അപ്പ് ചെയ്യാൻ തോന്നും ചില സമയത്തൊക്കെ. ചില ദിവസങ്ങളിൽ പഠിക്കാൻ തോന്നാതെ ഇരിക്കാം. മോക്ക് ടെസ്റ്റിൻ്റെ മാർക്ക് കുറയാം, ഒന്നും ഓർമ്മ വരാത്ത സിറ്റുവേഷൻ വന്നെന്നിരിക്കാം. ഇതൊക്കെ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. അതൊന്നും ഫെയിലർ ആയിട്ട് നിങ്ങൾ കാണരുത്. ബാഡ് ഡേയ്സ് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദിവസത്തിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും പുസ്തകം തുറക്കുക, അതിനുള്ളൊരു മനസ്സ് കാണിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ കാണുന്ന എല്ലാ PSC ആസ്പിറൻസിനോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്ലീസ്, നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ സംശയങ്ങൾ കാരണം നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോസസ്സിനെ വിശ്വസിക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്സ്. നിങ്ങൾ പഠിക്കുക, റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. ലേൺ, റിവൈസ്, പ്രാക്ടീസ്, ഇംപ്രൂവ് ആൻഡ് റിപ്പീറ്റ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് കോൺഫിഡൻസ് വളരെയധികം കുറവായിരിക്കും. പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിൽ കിട്ടുന്ന ആ ഒരു ദിവസം ഇന്നത്തെ എല്ലാ ഡൗട്ട്സും വെറുതെ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അന്ന് മനസ്സിലാവും. സോ കീപ് ഗോയിങ്. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് താങ്ക് യു പറയുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ സെൽഫ് ഡൗട്ട് നിങ്ങൾ മറികടന്നുകൊണ്ട് പഠിക്കാൻ തീരുമാനിച്ച ഈ നിമിഷത്തിന് വേണ്ടിയായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.